സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ടെലസ്കോപ്പിനെ പറ്റി മിക്ക പേർക്കും അറിവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൂരെയുള്ള ഒരു വസ്തുവിനെ അടുത്ത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണല്ലോ ടെലസ്കോപ്പ്. ടെലസ്കോപ്പിനെ പറ്റി പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഗലീലിയോ ഗലീലിയുടേതാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ആദ്യമായി വാനനിരീക്ഷണത്തിന് വേണ്ടിയുള്ളതായ ഒരു ടെലസ്കോപ്പ് സ്വന്തമായി നിർമ്മിച്ചെടുത്തത്. എന്നാൽ അതിനു മുൻപ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ചില ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. ഹാൻസ് ലിപ്പർഹി എന്ന് പറയുന്നതായ ഒരു ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ സഖറിയാസ് ജാൻസൺ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ. ഇവരൊക്കെ ഈ ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടി ധാരാളം പ്രയത്നിച്ചവരാണ്. ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ചതായ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് വാനനിരീക്ഷണം ആദ്യമായി ആരംഭിച്ചത്. അങ്ങനെ വാനഗോളങ്ങളെ പറ്റിയുള്ള പഠനം ഒരു ശാസ്ത്രശാഖയായി രൂപാന്തരപ്പെട്ടത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. വിവിധ ഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ളതായ പഠനം, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച്, ഗാലക്സിയെ സംബന്ധിച്ച്, അങ്ങനെ അങ്ങോട്ട് വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ളതായ പഠനങ്ങൾ വളരെ വലിയ ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. ശാസ്ത്രം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെലസ്കോപ്പുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുപയോഗിച്ച് വളരെ ദൂരത്തിലുള്ള ലക്ഷക്കണക്കിന് മൈലുകൾ അപ്പുറത്തുള്ളതായ ഗ്രഹങ്ങളെ വളരെ അടുത്ത് നിരീക്ഷിക്കുന്നതിനും കൃത്യമായ പഠനം നടത്തുന്നതിനും ഉപയോഗിക്കാവുന്ന ടെലസ്കോപ്പുകൾ ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. വാനനിരീക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഭൂമിയിലെ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും കാണുന്നതിന് വേണ്ടിയും ഒക്കെ ടെലസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി, കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കടൽ യാത്രയിൽ കരയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി ടെലസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ടെലസ്കോപ്പിന് മാത്രമേ വളരെ വിദൂരതയിലിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി നമ്മിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് കടന്നു എന്ന് നോക്കാൻ സാധിക്കാത്ത ഇടങ്ങളിലുള്ള കാര്യങ്ങൾ പോലും അടുത്ത് നിന്ന് കാണുവാനും അറിയുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാണല്ലോ ടെലസ്കോപ്പ്. അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ടെലസ്കോപ്പ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവചനമാകുന്ന ടെലസ്കോപ്പാണ്. ആ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നേരിട്ട് കാണുവാനോ അറിയുവാനോ പോകുവാനോ ഒന്നും സാധ്യമല്ലാത്ത ഇടങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടെ നമ്മെ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ എന്തൊക്കെയാണ് ഈ ടെലസ്കോപ്പ് നമുക്ക് കാണിച്ചു തരുന്നതായ കാര്യങ്ങൾ? മരണാനന്തരമുള്ള ജീവിതം, നമ്മുടെ ആത്മാവും പ്രാണനും എവിടേക്ക് പോകുന്നു, അതുപോലെ തന്നെ സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച്, യാതനാസ്ഥലത്തെ സംബന്ധിച്ച്, മധ്യാകാശത്തെ സംബന്ധിച്ച്, പുതിയ യെരുശലേമിനെ സംബന്ധിച്ച്, നിത്യത മുഴുവൻ നീണ്ടു നിൽക്കുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച്, ഇതെല്ലാം വളരെ കൃത്യമായി ഈ ടെലസ്കോപ്പിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ടെലസ്കോപ്പിലൂടെ മാത്രമേ അത് കാണുവാനും അറിയുവാനും സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനുഷ്യരൊക്കെ ഈ മരണത്തിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പഠനം നടത്തുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. എന്നാൽ ദൈവവചനമാകുന്ന ടെലസ്കോപ്പ് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, നിത്യതയിലേക്കുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മെ കാണിച്ചു തരികയാണ്. ആ ദൈവവചനം തന്നെ നമ്മോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും.
അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ താണലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ചു വീണ് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശുക്രിസ്തു വേഗം മടങ്ങി വരുവാനായി പോകുന്നു. അവിടുത്തെ മടങ്ങിവരവിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മരിച്ചുപോയ വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരികളായി കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അതോടൊപ്പം തന്നെ ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കൾ രൂപാന്തര ശരീരികളായി അവരോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അവർ എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ നിത്യത മുഴുവനും ജീവിക്കുന്നു. അല്ലാത്തവർ അന്ത്യന്യായവിധിയിലൂടെ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. മാന്യസ്നേഹിത, താങ്കൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് കർത്താവിനോട് കൂടെ എടുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ആരും കാണാത്ത നേരത്തും കാണുന്നുണ്ട്, ആരും അറിയാത്ത നോവും അറിയുന്നുണ്ട്. ആരും കാണാത്ത നേരത്തും കാണുന്നുണ്ട്, ആരും അറിയാത്ത നോവും അറിയുന്നുണ്ട്. എനിക്കെൻ്റെ യേശു മാത്രം മതി, തൻ സാന്നിധ്യവും കാവലും മതി. എനിക്കെൻ്റെ യേശു മാത്രം മതി, തൻ സാന്നിധ്യവും കാവലും മതി. എന്നെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം, കരുതുന്ന ദൈവം,